ഇപ്പോൾ പി.കെ. കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. വികസന വിരുദ്ധതയുടെ പ്രീണന രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് BJPയുടെയും NDAയുടെയും രാഷ്ട്രീയ ധർമ്മമാണെന്ന് ഞങ്ങൾ കരുതുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ LDF, UDF ഇതുവരെ പിന്തുടർന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഴിമതിയുടെ, വികസന വിരുദ്ധതയുടെ, ജനവിരുദ്ധതയുടെ, പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിന് ബദലായി വികസിത കേരളം എന്ന ലക്ഷ്യം ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂരിൽ ജനവിധി തേടുന്നത്. നിലമ്പൂരിൽ ഞങ്ങൾ മറ്റൊന്നുകൂടി ചേർക്കുന്നു. വികസിത കേരളം, വികസിത നിലമ്പൂർ. ഈ ലക്ഷ്യത്തോടൊപ്പം നിലമ്പൂരിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ, ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടും. ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നിലമ്പൂരിലെ ജനങ്ങളും NDAയോടൊപ്പം അണിചേരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഏതാണ്ട് 6.5 പതിറ്റാണ്ട് കാലത്തെ LDFന്റെയും UDFന്റെയും രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് കേരളത്തെ എവിടെ ചെന്ന് എത്തിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണിത്. അതായത് ഇപ്പൊ കേരള മോഡൽ എന്ന് LDFും പറയുന്നു, കോൺഗ്രസും പറയുന്നു. ഇപ്പൊ കേരളം എത്തി നിൽക്കുന്ന ഈ വികസന തകർച്ച അത് കേരള മോഡലല്ല. നേരത്തെ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ അതാണ് കോൺഗ്രസ് മോഡൽ, അതാണ് CPM മോഡൽ. ഈ വികസന തകർച്ച, അതുപോലെ സർവ്വരംഗത്തും കേരളം പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ, വികസന രംഗത്ത് പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ, എല്ലാ രംഗത്തെയും അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതുവരെ UDFും LDFും തുടർന്നു വന്നിട്ടുള്ള ഈ അധാർമിക, പ്രീണന, ജനവിരുദ്ധ, വികസന വിരുദ്ധ രാഷ്ട്രീയമാണ്. അതിന്റെ ബൈ പ്രോഡക്റ്റാണ് അഴിമതി എന്ന് പറയുന്ന കരിവണ്ണൂർ CPM മോഡലാണ്. ഇതുപോലെ നിരവധി അഴിമതിയുടെ മോഡൽ കോൺഗ്രസും CPMും കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ബദലായിട്ട് ജനങ്ങൾ എല്ലാവർക്കുമൊപ്പം, എല്ലാവർക്കും വേണ്ടി ഈ മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങള് നിലമ്പൂരിൽ ജനവിധി തേടുന്നത്. അപ്പൊ കേരളത്തിൽ മൊത്തത്തിലും നിലമ്പൂരില് ജനങ്ങളെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തെ LDF, UDF ഭരണം അവഗണിക്കുകയാണ്. ഇപ്പൊ അവിടെയുള്ള മലയോര കർഷകർ അവരെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ഇപ്പം നിലമ്പൂരിലെ മലയോര കർഷകന്മാര്, അവർ ഏത് മതക്കാരായിക്കോട്ടെ, അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ മേഖലകളിൽ പ്രതിഷേധം അതിശക്തമാണ്. ഇതുപോലെ തന്നെ മറ്റു ചില വിഭാഗങ്ങളെ പൂർണ്ണമായും നിലമ്പൂരില് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറി നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പൊ മലയോര കർഷകരെ അവഗണിക്കുന്നു. അതുപോലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇരു മുന്നണികളും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവഗണിച്ചു എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മലയോര കർഷകരുടെ രാഷ്ട്രീയം, അതുപോലെ അവിടുത്തെ ഈ LDFന്റെയും UDFന്റെയും പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രീണനത്തിന്റെ രാഷ്ട്രീയം, ഇതെല്ലാം ഈ നിലമ്പൂരില് ഈ പ്രാവശ്യം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ടും ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസിത കേരളം, വികസിത നിലമ്പൂർ എന്നുള്ള BJPയുടെയും NDAയുടെയും ലക്ഷ്യം, ആ കൺസെപ്റ്റ് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കാൻ തയ്യാറാകും. NDA സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ഏതായാലും BJPയും NDAയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ് ഞങ്ങൾ നിലമ്പൂരിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതായിരിക്കും നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പി.കെ. കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി
വിജയിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ